റെവലേഷൻ 3:10 എന്ന് പറഞ്ഞാൽ വെളിപ്പാട് 3:10 സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ദൈവത്തിന്റെ സ്തോത്രം. പീഡനങ്ങൾക്കെതിരെ പ്രിയപ്പെട്ടവരെ, ഇത് ഇതിനകത്ത് പറയുന്നത് അത് ഏത് സഭയോടാ പറയുന്നത്? അത് അതിലൊത്തിരി ഫിലദൽഫിയ ഒത്തിരി മാനങ്ങളുണ്ട് കേട്ടോ. അതായത് ഇന്ന് വരെയുള്ള നീ കണ്ടത്, ഇപ്പോഴുള്ളത്, മേലാൽ സംഭവിക്കാൻ അതിലേക്ക് ഞാൻ പോകുന്നില്ല, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എനിവേ വ്യക്തമായി പറയുകയാണ്, പീഡനങ്ങളിൽ നമുക്ക് നേരിടുന്ന പേഴ്സിക്യൂഷൻസ്, ആ പേഴ്സിക്യൂഷൻസിൽ നമ്മളെ സഹായിക്കാൻ നമുക്ക് നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്ന് പറയുന്നത് എന്താണ്? നിന്നെ കാക്കും. നീ നിനക്ക് പീഡനങ്ങൾ നേരിടുമ്പോൾ ദൈവസഭ പീഡനങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മറ്റു ഞാൻ ആദ്യം പരിശോധനകൾ, ഇത് പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവസഭയെ സൂക്ഷിക്കാൻ നമ്മെ സൂക്ഷിക്കാൻ യേശു മതിയായവനാണ്. നമുക്കറിയാം ദാനിയേലൊക്കെ, പഴയ നിയമത്തിൽ ദാനിയേലിന്റെ ജീവിതത്തിലൊക്കെ എത്രയോ ദാനിയേൽ വായിക്കും. നമ്മൾ അത്രയും വലിയ ഒരു പൊസിഷനിൽ ഇരുന്ന മനുഷ്യനാണ്. എന്നിട്ട് പോലും ആദ്യം ദാനിയേലിന്റെ കൂട്ടുകാര് അവിടെ പോകേണ്ടി വന്നു, തീച്ചൂളയുടെ നടുവിലൂടെ പോകണത്. അതിന് പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടിവിക്കാൻ മതിയായി, ഞങ്ങളെ വിടിവിച്ചില്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? രാജാവ് കുടുംബത്തെ നിർത്തി ഞങ്ങൾ നമസ്കരിക്കുകയാണ്. അത് തീർന്നു പറഞ്ഞു. ഞാനത് എനിക്ക് എപ്പോഴും ഒരു അതിശയമായിട്ട് തോന്നിയൊരു കാര്യം, ഇപ്പോൾ വായിക്കുന്നുണ്ട്, ഇവരെ തീച്ചൂളിലേക്ക് ഇട്ടു. ദാനിയേലിന്റെ 3 കൂട്ടുകാരെ ഈ തീച്ചൂളിലേക്ക് ഇട്ട് അവരെ നാലാമതൊരുവൻ പ്രത്യക്ഷപ്പെട്ട് അവരെ എന്ത് ചെയ്തു? സംരക്ഷിച്ചു. അവരെ പുറത്തേക്ക് ഇറക്കി രാജാവ് നോക്കിയപ്പോ അവരുടെ രോമം പോലും അതെനിക്ക് എന്നും ഞാൻ എവിടെയും ചിന്തിക്കുന്ന ഒരു കാര്യം, രോമം പോലും കരിയാത്ത തരത്തിലുള്ള ആ സംരക്ഷണം. അവരുടെ ശരീരത്തെ രോമം പോലും കരിയാത്ത നിലയിൽ ദൈവം അവരെ എന്ത് ചെയ്തു? ആ പീഡനങ്ങളിൽ അവരെ സംരക്ഷിച്ചു. ഇനി ദാനിയേലിനാണെങ്കിൽ തന്നെ അദ്ദേഹം എന്താണ്? വലിയൊരു ഏറ്റവും 3 ചീഫ് സെക്രട്ടറിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് വലിയ മാളിക മുറിയിൽ അദ്ദേഹം താമസിക്കുന്നു. ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് ഞാനിവിടെ കുവൈറ്റിലും ഒക്കെ ചെന്നപ്പോ കണ്ടു. അവരുടെ ഏതൊരു അറബിയുടെ കമ്പനികളുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികളുണ്ട്. ഈ കമ്പനികളുടെ എല്ലാം ചീഫുമാരാരാന്നറിയാമോ? സായിപ്പ്മാരാണ്. അവർക്ക് 20 ലക്ഷവും 50 ലക്ഷവും ഒക്കെ സാലറി. നമ്മൾ അന്തപ്പെട്ടു പോകും. അറബികളുടെ വലിയ വലിയ കമ്പനികളുടെ എല്ലാം ഈ അറബ് രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്ന റോഡുകളും പാലങ്ങളും വലിയ വലിയ കമ്പനികളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സായിപ്പുമാരാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പത്രത്തിൽ വായിച്ച ഇവിടെ കൊച്ചി ഉണ്ടാക്കിയതാരാ? സായിപ്പ. ഇന്നേക്ക് 100 വർഷം മുമ്പ് കൊച്ചി ഈ അവിടുത്തെ കായലിലെ മണ്ണെടുത്ത് നീക്കി ഒരു പ്രത്യേക ഐലൻഡ് ഉണ്ടാക്കി അങ്ങനെ കൊച്ചിയാക്കിയത് സായിപ്പ. ദുബായ് അതുപോലെ ദുബായിയിലേക്ക് കടൽ കയറ്റിക്കൊണ്ടുവന്നു കടൽ ഇങ്ങോട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ടുവന്നു. അതിലെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാക്കി ഈ ഗൾഫ് കൺട്രീസ് എല്ലാം ഉണ്ടാക്കിയത് സായിപ്പുമാരാണ്. ഇന്നും സായിപ്പുമാരെയാണ് അവർ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥരായി. ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ അവരുടെ ബംഗ്ലാവുകൾ കണ്ടു. കാരണം പല പോയി സായിപ്പുമാരെ താമസിക്കും. നമുക്ക് അങ്ങോട്ട് നോക്കാൻ ഇവരെ നോക്കാനേ പറ്റുള്ളൂ. ഇത്രയ്ക്ക് വലിയ സൗകര്യത്തിനാണ് എന്ന് പറഞ്ഞ പോലെ ഈ ദാനിയേൽ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വേറൊരു അന്യരാജ്യത്ത് ഏറ്റവും വലിയ പൊസിഷനിൽ താമസിച്ചു ദാനിയേൽ. പക്ഷേ അവനെതിരെ പെട്ടെന്ന് പരിശോധന വന്നു. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നില്ല? രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ദാനിയേലിനെ പിടിച്ച് അവിടെ ഇരുത്തി വന്നു സിംഹത്തിന്റെ ഗുഹയിൽ. എന്നാൽ ദാനിയേൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം, രേഖ എഴുതിയിരിക്കുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ്, രേഖ എഴുതിയിരിക്കുന്നത് അറിഞ്ഞിട്ടും ദാനിയേൽ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ തന്റെ ദൈവത്തെ യെരൂശലേമിന്റെ നേരെ തന്റെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് ദൈവത്തെ 3 പ്രാവശ്യം മുട്ടുകുത്തി ആരാധിച്ച് മഹത്വപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ വായിക്കുന്നുണ്ട് ദാനിയേലിനെ കൊണ്ട് സുഖത്തിന്റെ ഗുഹയിലിട്ടു. പക്ഷേ രാജാവ് ഉറങ്ങാതെ പിറ്റേ ദിവസം നേരം വിളക്കുന്നതിന് മുമ്പ് രാജാവ് ഓടിച്ചെന്ന്, ദാനിയേലേ, നിന്റെ ദൈവത്തിനെ രക്ഷിച്ചോന്ന് ചോദിച്ചുകൊണ്ടാ ഓടിച്ചെന്നത്. ദാനിയേൽ പറഞ്ഞ മറുപടി എന്താണ്? രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ,
ഈ രാത്രി ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങൾ എനിക്ക് കേടുവരും എന്നെ എനിക്ക് ആ വാദങ്ങൾ എനിക്ക് ഭയങ്കര ആവേശം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കത്തക്കവണ്ണം തന്റെ ദൂതനെ അയച്ച് ദൈവം സിംഹങ്ങളുടെ വായയെ നീളും. ഒറ്റയാണ് എന്റെ നേരെ വന്നില്ല. ഞാനത് 100% വിശ്വസിക്കുന്നതാണ്. ദൈവം തന്റെ മക്കൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ മതിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവം കർത്താവ് മതിയായവനാണ് തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ദൈവം എന്നെ സംരക്ഷിച്ചതുകൊണ്ട്, ദൂതന്മാരുടെ കാവലെനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഞാനൊരു കുറെ നേരം ഞാനൊരു കാർ ഓടിച്ചോണ്ട് വന്നു. കുറെ അതിനുശേഷം ഞാൻ വേറൊരു ബസ്സിൽ കയറി ഇവിടെ വന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ എല്ലാം ദൈവം എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങളുടെ ഓരോ യാത്രയിലും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ യേശു മതിയായവനാണ്. നിങ്ങളെ ദുഷ്ടൻ തൊടാതെ വണ്ണം സംരക്ഷിക്കുവാൻ യേശു മതിയായവനാണ്. നിങ്ങളെ പീഡനങ്ങൾ, നിങ്ങൾക്കെതിരെ ശത്രു ഒരുക്കുന്ന കെണികൾ, അതിനെതിരെ നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ യേശു മതിയായവനാണ്. ഞാനത് 100% വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ.